നമുക്കിനി കണ്ണൂരിലേക്കൊന്ന് പോകണം. അവിടെ മാടായി കോളേജ് നിയമന വിവാദം ഏറെക്കാലമായി കണ്ണൂരിലെ കോൺഗ്രസിന് തലവേദനയാണ്. കണ്ണൂർ കുഞ്ഞിമംഗലത്തിത ഇപ്പോൾ അത് കയ്യാങ്കളിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കാതെ മണ്ഡലം കമ്മിറ്റി വിളിച്ചതാണ് തർക്കത്തിനിടയാക്കിയിരിക്കുന്നത്. MK രാഘവൻ വിരുദ്ധ പക്ഷത്തെ നേതാക്കളാണ് യോഗത്തിലെത്തി ചോദ്യം ചെയ്തത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഓരോ ദിവസം കൂടുന്തോറും ഈ പ്രശ്നങ്ങൾ മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് കൂടുന്നതല്ലാതെ ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേയില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കുകയാണ് നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത്. ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലേ? വിനീത, തീർച്ചയായും മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ തലവേദനയായി കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുകയാണ്. MK രാഘവൻ വിരുദ്ധ പക്ഷം നേതാക്കളാണ് ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിലേക്ക് എത്തുകയും ഈ മണ്ഡലം കമ്മിറ്റി നടക്കുന്നത് ചോദ്യം ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ വിമതപക്ഷ നേതാക്കൾ ഒരു പ്രതിഷേധ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 24-ാം തീയതി നടത്തുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കുഞ്ഞിമംഗലത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്തത്. ആ സ്ഥലത്തേക്കാണ് ഈ വിമത വിഭാഗം പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഒന്നടങ്കം എത്തുകയും ഈ യോഗത്തെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘടനാ പ്രശ്നമായി, വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസിനകത്തുള്ള തലവേദനയായി നേതൃത്വത്തിന് മാറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുനയ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജയന്തും ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ കണ്ണൂരിലെത്തി ഇരുവിഭാഗം നേതാക്കളെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം ആ ഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ കൂടി അത് വീണ്ടും കോൺഗ്രസിനകത്തൊരു തലവേദനയായി മാറുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു നിലപാടെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പറയുന്ന MK രാഘവൻ വിരുദ്ധ പക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന പോലെ മാടായി കോളേജിലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് MK രാഘവന് എതിരായി വരും. അതുകൊണ്ട് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാക്കി മാറ്റിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലപാട് ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയുന്നില്ല എന്നതുകൂടി അതിലെ ഗുരുതരമായ പ്രശ്നം. ഏതായാലും ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാനായത്. ഇനി നമുക്ക്